ലീഗിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം പാണക്കാട് തറവാട്ട് പോയിട്ടുണ്ട്. മുഹമ്മദ് ശിഹാബ് ഉണ്ടാവും പോയിട്ടുണ്ട്, ഹൈദർ ശിഹാബ് ഉണ്ടാവും പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു രംഗം അവിടെ കണ്ടിരുന്നില്ല. ഈ അന്യ പെണ്ണ് തങ്ങളെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു രംഗം അന്നവിടെ കണ്ടിരുന്നില്ല. പെണ്ണുങ്ങൾക്ക് വേറെ റൂമുണ്ടായിരുന്നു. ആ റൂമിൽ നിന്ന് ഒരു ഇടവഴി ഉണ്ടായിരുന്നു. അവിടെ ഒരു ജനവാതിലുണ്ടായിരുന്നു. ആ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെയാണ് പെണ്ണുങ്ങൾ കാര്യം പറിച്ചത്. അല്ലാതെ ആണുങ്ങളുടെ ഇടയിൽ തങ്ങന്മാരെ എത്തിയിരുന്നിട്ട് ഇങ്ങനെ പരിപാടി ഈ ദ്വയന്നെ സ്വീകാര്യമല്ലല്ലോ. കാരണം ഈ അന്യ പെണ്ണിനായിട്ട് അവിടെ നിന്ന് ദ്വയ ചെയ്താൽ ആ ദ്വയനെ സ്വീകരിക്കുക, ആ ദ്വയ പിന്നെ മുസ്ലിങ്ങളെ കളിയാക്കാണ്. ഇങ്ങനെ ദ്വയർക്കാരനെ പാടില്ലല്ലോ. കാരണം ദ്വയർക്കുമ്പോൾ മലക്കുകൾ ഇറങ്ങുന്ന മലക്കുകൾ ഈ സദസ്സൊക്കെ ഇറങ്ങുമോ? അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അന്ന് കണ്ടിരുന്നില്ല. പെണ്ണുങ്ങൾക്ക് വേറെ റൂമേനെ ഉണ്ടായിരുന്നു. ആ റൂമിൻ്റെ ആയിരുന്നു ഒരു ഇടനായി കൂടി ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പെണ്ണ് തങ്ങപ്പാപ്പാനോട് എന്തെങ്കിലും രോഗങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായി സംസാരിക്കാൻ ഒരു ജനവാതിലിരുന്നു. ആ ജനവാതിലിൻ്റെ കർട്ടനായിരുന്നു. അതിന് ചെറിയ ചെറിയ ഹോളുകളായിരുന്നു. അപ്പോൾ തങ്ങപ്പാപ്പാൻ്റെ റൂമിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ കാണാം പെണ്ണുങ്ങളിങ്ങനെ വർത്താനം, സൗണ്ടേ കേൾക്കുള്ളൂ. ഇന്ന് ഇതാ ഒപ്പം ഇരുന്നിട്ടും ഒപ്പം കിടന്നിട്ടൊക്കെയാണ് ദ്വയ. ഈ ദ്വാരക്കണ ആളാരെന്നറിയോ? ഇപ്പൊ അടുത്ത ദിവസം ഹബിലില്ലാഹി ജമിയാന്റെ സുഹൃത്ത് ഓതിയിട്ട് ശരിയെന്ന് പ്രസംഗിച്ചില്ലേ, ആ താത്തയാണ്, വഹാബി താത്തയാണ്. ഒരു പ്രസംഗം ഇപ്പൊ അടുത്ത് വൈറലായിരുന്നല്ലോ, ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നേ. ഖുർആൻ ആയത്ത് ഓതിയിട്ട് പ്രസംഗിക്കുന്ന താത്ത, ആ താത്തയാണിത്. ഒക്കെ കടുത്ത വഹാബികളാണ്. തങ്ങളെ ഭാര്യമാരെ പിന്നെ കൂട്ടത്തികളും ബാക്കിക്കാരൊക്കെ ആയിരിക്കും, ചങ്ങാഴ്ചകളായിരിക്കും. താത്ത തങ്ങളെ ബീവി താത്ത വഹാബികൾ ക്ലാസ് എടുക്കാൻ പോണ ആളല്ലേ. ആ തങ്ങളെ മോളല്ലേ ഇപ്പൊ നാള് പറഞ്ഞത്, പെണ്ണ് പള്ളിയിൽ പോകേണ്ടത് തന്നെയാണ്, പെണ്ണുങ്ങൾ പള്ളിയിൽ പോണം, പക്ഷെ അത് പോണ്ടാന്ന് പറയണത് ചില മൂല്യന്മാരുണ്ടാക്കിയതാണെന്ന് പറഞ്ഞ തങ്ങളെ മോള്, ആ മോളെ അമ്മയും ഒക്കെ വഹാബി താത്താർ തന്നെയാണ്, വഹാബി കമ്പനികളാണ്. മനസ്സിലായോ? ഞാനൊക്കെ മുസ്ലിം ലീഗ് നിലനിൽക്കണം എന്നുള്ളൊരു ആശയക്കാരനാണ്. മുസ്ലിം ലീഗ് കൂടെ വേണം, മുസ്ലിം ലീഗ് നശിക്കാൻ പാടില്ല. പക്ഷെ അത് സുന്നത്ത് ജമാഅത്തിന് നെഞ്ഞത്ത് കയറിക്കൊണ്ടായിരിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. സുന്നികളെ നെഞ്ഞത്ത് കയറിക്കൊണ്ടായിരിക്കരുത്. പാണക്കാട് സാദാത്തുകളൊക്കെ ബഹുമാനിക്കുകയും ആദരിക്കുകയൊക്കെ വേണം. അതായത് സാദാത്തുങ്ങളുടെ നിലയിൽ നിൽക്കണവർ, ഞങ്ങൾ തങ്ങന്മാരെന്നല്ല, ആ തങ്ങന്മാരെ നില വിട്ട് കളിക്കരുത്. അപ്പോൾ പിന്നെ ഇപ്പോൾ ലീഗിൽ നിന്നാൾ പത്രസമ്മേളനം വിളിച്ച് തമ്മാടിത്തരം പറഞ്ഞ അതേമാതിരി തമ്മാടിത്തരം പറയുന്ന ആൾക്കാർ വരും. പഴയ തങ്ങന്മാർക്കൊന്നും അങ്ങനെ കേട്ടിരുന്നില്ലല്ലോ. കേട്ടിട്ടുണ്ടെങ്കിലും അവരുടെ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ കേട്ടിട്ടുള്ളൂ. അപ്പോൾ തങ്ങൾക്ക് ചീത്ത കേട്ടിട്ടുണ്ട് ലീഗേര്. പിന്നെ അതുപോലെ തന്നെ പൂക്കോയ തങ്ങൾ ചീത്താറുണ്ട്, പാണക്കാട്ട് ഹൈദരലി ശിഹാബ്, മുഹമ്മദ് അലി ശിഹാബ് ലീഗേര് ചീത്താറുണ്ട്. പത്രസമ്മേളനം വിളിച്ചിട്ട് സാദിഖ് അലി ശിഹാബ് അല്ല ഹൈദരലി ശിഹാബ് മകനും ചീത്താറുണ്ട്. പക്ഷെ വേറെ പാർട്ടിക്കാരൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ തങ്ങന്മാരെ. അപ്പോൾ ലീഗ് നിലനിൽക്കണം. എങ്ങനെ നിൽക്കണം? സുന്നത്ത് ജമാഅത്തിൻ്റെ നെഞ്ഞത്ത് കയറിക്കൊണ്ടല്ല. സുന്നത്ത് അവിടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അവർ നിലനിൽക്കേണ്ടത്, അല്ലാതെ മതം പറഞ്ഞുകൊണ്ടല്ല. ഇപ്പോൾ RSSനെക്കാളും മതം പറയുന്നത്, തീവ്രവാദം പറയുന്നത് ലീഗാണ്. ഇന്നത്തെ ലീഗാണ്. RSS ഇത്ര മതം പറയുന്നില്ല. പക്ഷെ ലീഗ് എന്ന് പറഞ്ഞാൽ വെറും തീവ്രത പറയുന്നത്. ആയത്തും ഹദീസും ഓതിയിട്ടല്ലേ പച്ച കളവ് പറയുന്നത്, മുസൽമാനെ ചതിക്കുന്നത്. ഈ കൊടിയുണ്ട്, അർഷിൻ്റെ പിന്നെ മറ്റേക്കുള്ള കൊടിയാണ്. അതുപോലെ ഇതിന് മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ വാപ്പാനെ തിരിച്ചറിയും, സ്വർഗത്തേക്ക് പോകുന്നത്. വിവരമില്ലാത്തവരല്ല പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ നിർത്തി രാഷ്ട്രീയം പറയട്ടെ. കുന്നംകുളം മൂലയേരിയും AP ഉസ്താദിനും പിന്നെ മുക്കപ്പൈസിനൊന്നും പച്ചത്തെറി പറയാനല്ല ലീഗിൻ്റെ സ്റ്റേജ് വേണ്ടത്. ലീഗിൻ്റെ സ്റ്റേജ് എന്തിനാ വേണ്ടത്? രാഷ്ട്രീയം പറയാൻ. മതം പറയാൻ ഇവിടെ പണ്ഡിതന്മാരില്ലേ? പൊന്നാരന്റെ സുഹൃത്തെ, നായിക്കാട്ടം കേൾക്കുക നന്നാവുക. നിങ്ങൾ എന്തീ പറയണത്? മുസ്ലിം ലീഗിന്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്ന 99% വഹാബികള്, പിന്നെ എങ്ങനെ നന്നാവുക? അപ്പോ പണ്ഡിതന്മാര് പഠിപ്പിച്ചതിന് എതിരാവൂലേ? നമ്മളൊരു മുസ്ലിമിനെ കണ്ടാൽ നമ്മൾ സലാം പറയും. ഇനി അവൻ ഇങ്ങോട്ട് സലാം പറഞ്ഞാൽ സലാം മടക്കും. അവന് രോഗിയാൽ സന്ദർശിക്കും, മരിച്ചാ പോകും. അവന്റെ പേരിൽ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ അവൻ ക്ഷണിച്ച് നമ്മൾ സ്വീകരിക്കും. ഇതൊന്നും ഒരു വഹാബിനോട് ചെയ്യാൻ പറ്റൂല എന്നാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങളും ബാങ്ങലാൻകുട്ടി മുസ്ലിയാർ പോലത്തെ പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിച്ചത്. പിന്നെ എങ്ങനെ ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കളോട് നമ്മൾ സഹകരിക്കുക?
അത് നായ്ക്കാട്ടാണ്. മുസ്ലിം ലീഗിലെ വഹാബികൾ നായ്ക്കാട്ടാണ്. ആ നായ്ക്കാട്ടം കഴുകിയ നന്നാവൂല. പിന്നെ എങ്ങനെ മുസ്ലിം ലീഗ് നന്നാവുക? ഈ വഹാബികൾ സുന്നി മുസ്ലിം ആണെന്ന് അംഗീകരിക്കുന്നില്ല. മുമ്പ് മദ്രസ പാഠപുസ്തകത്തിലെ ഈ സലാം വഹാബി മൗദൂദി പുത്തൻ പ്രസ്ഥാനക്കാരനോട് സലാം ചൊല്ലാൻ പാടില്ല എന്നുള്ളൊരു പാഠമുണ്ട്. അത് ഇ എ പി എല്ലാവരും കൂടി ഉള്ള സമയത്തുള്ള പാഠാണ്. അങ്ങനെ വഹാബികൾ എന്ത് ചെയ്ത്, വഹാബികള് സമസ്തക്ക് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. ഇങ്ങനെ സുന്നികളുടെ പുസ്തകത്തിൽ, മദ്രസ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു പാഠമുണ്ട്, പാഠത്തിൽ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്, വഹാബി മൗദൂദി പുത്തൻ പ്രസ്ഥാനക്കാരനോട് സലാം ചൊല്ലാൻ പാടില്ല എന്നുള്ളൊരു ഭാഗമുണ്ട്. അത് നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞു. കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്നത് വേറെയും പ്രവർത്തനത്തിൽ വേറെയാണ്. അതായത് ഇപ്പൊ മുസ്ലിം ലീഗിന്റെ യോഗത്തിൽ ഇപ്പൊ തങ്ങന്മാരും വലിയമാരും ഇവരൊക്കെ ഉണ്ട്, വഹാബികളുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നുണ്ട്, സലാം അടക്കുന്നുണ്ട്, കല്യാണത്തിന് പോകുന്നുണ്ട്, രോഗിയാൽ സന്ദർശിക്കുന്നുണ്ട്, മരിച്ചാൽ പോകുന്നുണ്ട്. എല്ലാ നിലക്കും വഹാബി മൗദൂദിനോട് സുന്നികള് മൗലിയമാരായാലും സാധാരണക്കാരനായാലും ഇടപഴകുന്നുണ്ട്. മദ്രസയിലെ കുട്ടികൾ എങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യാണ്. അപ്പൊ അത് വൈരുദ്ധ്യല്ലേ? അപ്പൊ അത് തിരുത്തണം എന്ന് പറഞ്ഞു. വഹാബികൾ ഒരു ഇത് കൊടുത്തു, സമസ്തക്ക് ഒരു ലിസ്റ്റ് കൊടുത്തു, നോട്ടീസ് കൊടുത്തു. അപ്പൊ അന്നത്തെ സമസ്ത വളരെ ഉചിതമായിട്ടൊരു മറുപടി അങ്ങോട്ട് കൊടുത്തു. എന്ത്? നിങ്ങൾ പറയുന്നുണ്ട്, അതായത് വഹാബികൾ പറയുന്നുണ്ട് സുന്നി മുസ്ലിം അല്ല, മുശ്രിക്കാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് നിങ്ങൾ ഇന്ന വർഷം നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഔദ്യോഗികമായിട്ടുള്ള ഒരു മാസികയിലോ എന്തെല്ലാം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾ തിരുത്തൽ വരുത്തണം. ഇന്ന് ഇറങ്ങുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിലോ മാസിക, വാരിക, ദ്വൈവാരിക, ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു TV ചാനലിൽ ഒരു പത്രസമ്മേളനം നിങ്ങൾ നടത്തിയിട്ട് സുന്നികൾ മുസ്ലിം ആണ് എന്ന് നിങ്ങൾ പറയണം. ഇന്ന വർഷം ഇന്ന ഡേറ്റിൽ ഇറങ്ങിയ ഇന്ന മാസികയിൽ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, സുന്നി മുശ്രിക്കാണ്, അവരിൽ കൊല്ലൽ നിർബന്ധമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല, സുന്നികൾ മുസ്ലിമാണ് എന്ന് നിങ്ങൾ സമ്മതിക്കണം എന്ന് പറഞ്ഞപ്പം അതിന് അവർക്ക് പറ്റിയില്ല. അത് ഞങ്ങൾ പറയില്ല എന്ന് പറഞ്ഞു. പിന്നെ മുസ്ലിം അല്ലാത്ത ആളുകളോട് എങ്ങനെ സലാം പറയാ? നിങ്ങൾ ഞങ്ങളെ മുസ്ലിം ആയിട്ട് അംഗീകരിക്കുന്നില്ല, പിന്നെ എങ്ങനെ ഞങ്ങൾ സലാം പറയാ? പിന്നെ എങ്ങനെ സലാം അടക്കുക? അങ്ങനെ ഒഴിവാക്കിയതാണത്. അപ്പൊ വഹാബികള് സുന്നികൾ മുസ്ലിം ആയിട്ട് അംഗീകരിക്കുന്നില്ല. പിന്നെ എങ്ങനെ നമ്മൾ മുസ്ലിം ലീഗിനെ നമ്മൾ എങ്ങനെ അംഗീകരിക്കുക? അതിന് നേതാക്കൾ 90% വഹാബികളല്ലേ. ഒരു പണ്ഡിതന് ഈ മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് ഹിദ്മത്ത് ചെയ്താൽ, സുഹൃത്തായാൽ, അവനക്ക് സഹായങ്ങൾ ചെയ്താൽ, അവന്റെ മുഖത്തൊക്കെ ചിരിച്ചാൽ പോലും അള്ളാന്റെ ലാനത്ത് ഇറങ്ങുന്നല്ലേ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ സാധാരണക്കാരനും മുസ്ലിം ലീഗിനോട് കൂടാൻ പറ്റൂല, പണ്ഡിതന്മാർക്കും മുസ്ലിം ലീഗിനോട് കൂടാൻ പറ്റൂല. കാരണം അതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്നത് വഹാബികളാണ്. ഒരു നിലക്കും വഹാബികളോട് കൂട്ടുകൂടാൻ പാടില്ല എന്ന് അമ്പലക്കടവിന്റെ പ്രസംഗം അടുത്ത് ഞാൻ കേട്ട്. കൂട്ടാൻ പാടില്ല. റഹ്മത്തുള്ളാഹി ഖാസിമിയുടെ പ്രസംഗം ഉണ്ട്, വഹാബികൾ ഒരു നിലക്കും കൂട്ടുകൂടാൻ പാടില്ല. പിന്നെ എങ്ങനെ കൂടും?